ഇത് ഞാനിന്ന് സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കണ്ടൊരു വീഡിയോ ആണ്. പ്രതീഷ് വിശ്വനാഥ് എന്ന് പറഞ്ഞൊരു പ്രൊഫൈലിലാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത്. ഏകദേശം 1 മില്യന് മുകളിലാണ് ഈ വ്യൂ എന്ന് പറയുന്നത്. സംഭവം എന്താണെന്ന് നോക്കാൻ നേരത്ത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ കണ്ടതാണെന്നുള്ള രീതിയിലാണ് ക്യാപ്ഷനൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിനകത്തെ കാര്യം എന്ന് നോക്കാൻ നേരത്ത് കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ ഒരു മനുഷ്യനെ, ആ ഒരു വ്യക്തിയെ, നമ്മൾ ആരാണെന്ന് പോലും പുള്ളിക്കാരൻ മെൻഷൻ ചെയ്യുന്നില്ല, ആ വസ്ത്രവും ആ പുള്ളിയുടെ വിശ്വാസവും കണ്ടിട്ടാണ്, മുസ്ലിം കമ്മ്യൂണിറ്റി പെടുന്ന ഒരാളായതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് നിസ്കരിക്കുന്നത് കണ്ടുകൊണ്ടായിരിക്കും ഈ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എന്നാൽ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഭീകരമായ രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യമില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട്. എവിടെയാണ് പലപ്പോഴും ഈ റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ആൾക്ക് ശല്യം ഉണ്ടാക്കുന്ന രീതിയിൽ, യാത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ, മതപരമായ രീതിയിൽ പരിപാടി നടക്കുന്നത്. അതിപ്പം അമ്പലങ്ങളിലെ പരിപാടിയാണെന്നുണ്ടെങ്കിലും പള്ളിയിലെ പരിപാടിയാണെങ്കിലും നിസ്കരിക്കുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും അതിന് നമ്മൾ ഈ വീഡിയോ ഒക്കെ വരാൻ നേരത്ത് നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. അതുപോലെ ട്രെയിനകത്തിരുന്ന് ഈ കൊട്ടുന്ന പരിപാടിയുണ്ട്, ഭയങ്കര ശബ്ദത്തിൽ ബാക്കിയുള്ളവർക്ക് ശല്യം ഉണ്ടാക്കുന്ന രീതി. അത് ട്രെയിനകത്തിരുന്ന് തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി ഉൾപ്പെടുന്ന ആൾക്കാർ നിരന്ന് ബാക്കിയുള്ളവർക്ക് ഈ നടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ ഇരുന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അതും വിമർശിച്ചിട്ടുണ്ട്. ഇത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിനെപ്പറ്റി പറയുമ്പോഴാണ് നമ്മൾ അതൊക്കെ എടുത്ത് വീഡിയോ ചെയ്ത്, ഇത് വെറുതെ ഒരു മനുഷ്യൻ, ഒരു സാധാരണ ഒരു പയ്യനാണ്, ഒരു മതപരമായിട്ടുള്ള വിശ്വാസിയോ അല്ലെന്നുണ്ടെങ്കിൽ ഉസ്താദോ വല്ലതും ആയിരിക്കും. പുള്ളിക്കാരൻ അവിടെ ഇരുന്നിട്ട് അവരുടെ മതപരമായിട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു ശല്യമില്ല, അതാണ് ആദ്യത്തെ കാര്യം. ഒരു ശല്യമില്ലാതെ ഒരു സൈഡിൽ ഇരുന്നിട്ട് നിസ്കരിക്കുകയാണ്. ഇതെടുത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇട്ടിട്ട് ആൾക്കാർക്ക് ഈ വർഗീയപരമായിട്ടൊരു കമൻറ്റ് ഇടാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ അത്യാവശ്യം ബോറ് കലാപരമാണ്. എൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ പ്രത്യേകം ഈ വായിച്ച് കേൾപ്പിക്കുന്നില്ല. ഓരോ കമൻറ്റും ഇതെന്നെ സംബന്ധിച്ചാൽ വെറുപ്പ് പ്രചരിപ്പിക്കാന്ന് പറയും. വെറുപ്പ്. പുള്ളിക്കാരൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കാൻ നേരത്ത് പുള്ളിക്കാരൻ ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായ രീതിയിൽ ചില ആൾക്കാരോട് പുള്ളിക്കാരൻ ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിലാണ്, അത്രമാത്രം ഭയങ്കര ബുദ്ധിമുട്ടുള്ള രീതിയിൽ ചില പ്രസ്താവനകളൊക്കെ നേരത്തെയും വന്നിട്ടുണ്ട്. പലപ്പോഴും ഈ പ്രതീഷ് വിശ്വനാഥിൻ്റെ പല പോസ്റ്റുകളും വിവാദമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാ മതങ്ങളിലും ഇതുപോലുള്ള ആൾക്കാരുണ്ട്, ഇല്ല അല്ലെങ്കിൽ ഇതിനകത്ത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഹിന്ദു കമ്മ്യൂണിറ്റി മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരുടെ വീഡിയോ എടുത്ത് നമ്മൾ റിയാക്റ്റും ചെയ്തിട്ടുണ്ട്. ഈ സംഭവം എന്ന് വെച്ചാൽ ബോറ് കലാപരമായിട്ട് എനിക്ക് തോന്നുന്നു. ഒരാൾക്ക് ശല്യമില്ലാതെ ഒരു ചെറുപ്പക്കാരൻ ആ സൈഡിൽ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്നു. ആർക്കും ശല്യമില്ല, ആരെയും ബ്ലോക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കും ഒരു യാത്രയ്ക്ക് തടസ്സം ഉണ്ടാക്കാതെ ഇരുന്ന അയാൾ ഒരു മതപരമായിട്ടുള്ള പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, അതിപ്പോൾ പബ്ലിക് സ്ഥലത്താണ്, ശരി, ഒരാൾക്ക് ശല്യം ഉണ്ടാക്കാത്ത പക്ഷം, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത പക്ഷം അതിനൊന്നും കളിയാക്കേണ്ടോ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. എന്തിൻ്റെ പേരിൽ ഒരു അങ്ങനെയൊരു ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് കണ്ടപ്പോൾ ജസ്റ്റ് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ആ നിസ്കരിക്കുന്ന ആടെ ഫേസ് ഒന്നും കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.